ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം രാഗി. ഞാൻ ഈ സാധനം തിന്നുന്നുണ്ടപ്പോൾ എൻ്റെ ചങ്ങായിമാർക്കും ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എനിക്കിപ്പോൾ കുറച്ചൊരു നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഈ നാട്ടുമാങ്ങ നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് എടുക്കാൻ വേണ്ടി പോകും. അതിനുശേഷം ഞാനിതൊരു പാത്രത്തിൽ നല്ല വൃത്തിയിൽ നാട്ടുമാങ്ങ അതിൻ്റെ കേടൊക്കെ നോക്കി നല്ലത് മാത്രം എടുത്തിട്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി ഞാനെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഒരു 3-4 ശർക്കര എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശർക്കരയോടൊപ്പം നമുക്ക് അടുത്ത് വേണ്ടത് ഏലക്കായാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ പശു നെയ്യും എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ വെല്ലം ഉരുക്കാൻ വേണ്ടി, അതായത് വെല്ലം തന്നെ ശർക്കരയാണ്, ശർക്കര ഞാൻ ഉരുക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു മൺചട്ടിയാണ്. ഈ മൺചട്ടിയിലേക്ക് ഞാൻ ഈ കഴുകി വെച്ച നാട്ടുമാങ്ങ മുഴുവനായിട്ട് ഇടാൻ വേണ്ടി പോവുക ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നാട്ടുമാങ്ങയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ശർക്കര തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ ഒരു ഏലക്കായ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് ഞാൻ ഈ ശർക്കരപ്പാനി ഒഴിക്കാൻ വേണ്ടി പോകുന്നേ. കഴിയുന്നത് നിങ്ങൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലെന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല നീറ്റിൽ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഈ നാട്ടുമാങ്ങ അതിൽ നന്നായിട്ടൊന്ന് അമർത്തി വെക്കുക. ശേഷം ഈ പൊടിച്ച് വെച്ച ഏലക്കായ പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ലേശം മുളക് പൊടിയല്ല, കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് നിങ്ങൾ കുറച്ച് നന്നായിട്ട് എരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത നാടൻ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടാതെ അതിലേക്ക് അടുത്തിടാൻ പോകുന്നത് പശു നെയ്യാണ്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് ഉള്ളത്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശേഷം ഞാനിതാ ഗ്യാസൊക്കെ ഓണാക്കി വെച്ചിട്ട് അതിലേക്ക് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഞാൻ കുറച്ചൊരു 10 മിനിറ്റ് ശേഷം ഒന്ന് ഓപ്പണാക്കി നോക്കിയത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഒരു കയ്യിലിനെ കൊണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഈ നാട്ടുമാങ്ങ മുകളിലുള്ളതിനൊക്കെ അടിയിലേക്ക് ആക്കിയൊന്ന് ഇളക്കി കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം അടിയിലുള്ളതും കൂടി മുകളിലേക്ക് വന്ന് മുകളിലത്തെ നന്നായിട്ടൊന്ന് വേവിച്ച് നമുക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും ഞാൻ കുറച്ചും കൂടി അടച്ച് വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ശർക്കരപ്പാനത്തിനൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കാരണം ഈ മാങ്ങേൻ്റെതും അതുപോലെ തന്നെ പശുവിനും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടായിന്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനൊരു സൂത്രം കാണിക്കാനും ചെയ്യുന്നത് വേറെ ഒന്നല്ല, ചെറുനാരങ്ങയാണ്. അപ്പോൾ ഈ ഒരു തിളച്ച് വന്ന നാട്ടുമാങ്ങ നമുക്ക് വെള്ളത്തിനത് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിലൊന്ന് തിളപ്പിച്ച് കുറുകി വേണ്ടുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ചട്ടിയിൽ എടുത്തുകൊണ്ട് തന്നെ അതുകൊണ്ടാണ്. കാരണം കുറച്ച് സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരും, മൺചട്ടി ആയതുകൊണ്ട്. ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച ചെറുനാരങ്ങ നീര് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കേ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇതൊന്ന് ആ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ നന്നായിട്ട് വെന്തിട്ടൊന്ന് ശരിക്കും ചുളുങ്ങി വരണം. കണ്ടല്ലോ നിങ്ങൾ, നല്ല ചുളുങ്ങി വന്നിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തിളച്ച് ശേഷം ഉണ്ടാവുക. ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ കയ്യിൽ നോക്കൊണ്ട് തന്നെ അതിലേക്ക് കോരിയിട്ട് അതിലേക്ക് ഇടാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഓരോന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി സമയം വെച്ചതാണെന്നുണ്ടല്ലോ, ഈ വെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകിയിട്ട് ചട്ടിയിൽ കിടക്കുന്ന നിങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിക്കണമെന്ന് ഞാൻ വേഗം തന്നെ വീഡിയോ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പരുവത്തിൽ കാണുന്നത്. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻറ്റിക്ക് തന്നെ കൊടുക്കാം. ആൻറ്റി ആടെ നിന്ന് ടി വിയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റീനോട് ഇത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ആ റൂമിലുണ്ടായിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ആൻറ്റി അതൊക്കെ കഴിച്ച് നോക്കിയിട്ട് ആൻറ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആൻറ്റി നല്ല രീതിയിൽ എന്നോട് ചിരിച്ച് തലയിലാട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാ ചങ്ങന്മാർ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം എന്ന് പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റാണേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തായാലും ഒരു കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ചങ്ങന്മാരെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.